അഭിനയവും മോഡലിംഗുമായി ആക്റ്റീവാണ് ഷിയാസ് കരീം. അടുത്തിടെ അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് ഒരു സ്ത്രീ രംഗത്ത് വന്നിരുന്നു. തന്നോട് മോശമായി പെരുമാറിയെന്നും ഉപദ്രവിച്ചുവെന്നുമാണ് അവൾ ആരോപിച്ചത്. ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീയാണ്. അവരോട് ഞാൻ എങ്ങനെയാണ് അങ്ങനെ പെരുമാറുന്നത്? എൻ്റെ ഭാര്യയും സഹോദരിയും ഒക്കെ അവർക്ക് പണവും സ്വർണവും നൽകിയിരുന്നു. അത് തിരിച്ചു ചോദിച്ചതാണ് പ്രശ്നത്തിന് കാരണമായത് എന്നും ഷിയാസ് കരീം പറയുന്നു. ഇപ്പോൾ ഇതാ ഷിയാസിനെ കുറിച്ചുള്ള അനുമോളുടെ കമന്റ് വൈറലാവുകയാണ്. അവിടെ അപ്പുറത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നു? ഇപ്പുറത്തെ അവർ മിണ്ടാറുണ്ടോ? അവിടെ ഭാര്യയും ഭർത്താവും ഇടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇതൊന്നും നോക്കുന്ന വ്യക്തിയല്ല ഞാൻ. ലോകത്ത് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഒരു ഷിയാസും വൈഫും ഡൈവേഴ്സുമായോ? ഷിയാസിന്റെ വൈഫ് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് കാണുമോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഷിയാസിന് എന്നെ സഹോദരിയെ മാത്രമേ കാണാൻ കഴിയൂ. കുറെ പേർ ഷിയാസിനെയും എന്നെയും വെച്ച് ഒരുപാട് കഥകൾ ഇറക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് ഞാനുമായുള്ള കാര്യങ്ങളോ എനിക്ക് അറിയേണ്ടതില്ലാത്ത ആവശ്യങ്ങളോ ഇല്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല. എനിക്ക് ഒരു ഷിയാസിനെ അറിയാം. എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഒരു വ്യക്തി നിൽക്കുന്നത് അതേപോലെ ഞാനും നിന്നിട്ടുള്ളൂ. മറ്റുള്ളവർ എങ്ങനെയാണ് നോക്കേണ്ട കാര്യം എനിക്കില്ല. ഒരു ബ്രദറിന് സഹോദരിയെ ഭാര്യയായി കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഭാര്യയായിട്ട് തന്നെയല്ലേ ഭാര്യയെ കാണാൻ കഴിയുള്ളൂ. ഷിയാസിന് എന്നെ സഹോദരിയെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ലോകത്തുള്ള എല്ലാവരെയും കാമുകിയായി കാണാൻ പറ്റില്ലല്ലോ. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരാളെ നശിപ്പിക്കാം എന്നൊന്നുമില്ല. മനുഷ്യർ വിചാരിച്ചാൽ മനുഷ്യരെ നശിപ്പിക്കാൻ പറ്റും. സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ വാർത്തയാകുന്നുണ്ടോ? ഞാനുമായി ബന്ധപ്പെട്ട കാര്യമല്ല അതൊന്നും. ഞാൻ അങ്ങനെ കാര്യങ്ങളെ അറിയാൻ പോകാറുമില്ല. എൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഷിയാസ് ഇനി ആത്മഹത്യ ചെയ്തേക്കാം എന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് അനീതി കൂട്ടിയായാണ് കാണുന്നത്. 7-8 വർഷമായി എനിക്കറിയാം. സ്റ്റാർ മാജിക് വെച്ചും പരിപാടികൾക്ക് പോകുന്നതിന് മുൻപൊക്കെ ഞാനും ഷിയാസൊക്കെയും കാണുന്നത്. അല്ലാതെ വീട്ടിൽ പോകാറൊന്നുമില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ തിരക്കുകളുണ്ട്, എനിക്ക് എൻ്റേതായതും. ഇതറിഞ്ഞപ്പോൾ മാറി നിന്നിട്ടുമില്ല. എന്തിനാണ് മാറ്റി നിർത്തുന്നത്? അങ്ങനെയും ചെയ്യാൻ പാടില്ല. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. പുള്ളിയും വൈഫും കുഞ്ഞുമായി ഹാപ്പിയായാണ് ജീവിക്കുന്നത്. അവരെ വിട്ടേക്കൂ. എന്തിനാണ് ഇനിയും അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്? എനിക്ക് ആരൊക്കെ വിളിക്കാറുണ്ടെന്ന് നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ടോ? നിങ്ങൾ കിട്ടാനുള്ളത് കിട്ടിയില്ലേ, ഇനി ഞാൻ പോകട്ടെ എന്നായിരുന്നു അവന് പറഞ്ഞത്. ബിഗ് ബോസിലെ സഹമത്സരാർത്ഥി അഭിശ്രീയും കുടുംബത്തെയും കാണാൻ എത്തിയതായിരുന്നു അവന്. ഭാര്യയുടെ വളകാപ്പിലേക്ക് പ്രിയപ്പെട്ടവരെല്ലാം ക്ഷണിച്ചു അദ്ദേഹം. ആദിലയും നൂറയും രേണുസുതിയും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അനുമോളെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. ഇത്തരം വാർത്തകൾ എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്.